അസ്സലാമലൈക്കും. ഇന്നേ സുർബിയാൻ ബിരിയാണിയാണ് കേട്ടോ. സാധാ ബിരിയാണി അല്ല, ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇനി അതൊന്നേ ഉണ്ടാക്കണമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അതിലേക്ക് ഞാൻ 5 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ കട്ടില്ലാതെ നൈസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തുക്കണം. അതിലേക്ക് 1.5 കിലോ ചിക്കനാണ്. അപ്പോൾ നമ്മൾ മന്തിക്കൊക്കെ വെട്ടും പോലെ ഒരു മീഡിയം, നല്ല വലിപ്പത്തിൽ വെട്ടിയിട്ടില്ല കേട്ടോ, ഒരു മീഡിയം ലെവലിലാണ്. അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് വാരി വെച്ചതാണ്. ഇനി അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഒരു ചെമ്പട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിക്കണം. അതിലേക്ക് 1.5 ടീസ്പൂണോളം ഉണ്ടാവും കേട്ടോ നെയ്യ് ഇട്ട് കൊടുത്തത്. അതുപോലെ കുറച്ച് കൂടുതൽ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തേക്കണം. ഇനി അതിലേക്ക് ആ സവാള ഉണ്ടല്ലോ, ഇതിൽ നിന്ന് പകുതി ഞാൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫുള്ളും ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഒന്നാകെ ഇട്ട് ഇതാവുമ്പോൾ അത് ഒന്നാകണ്ട് നമുക്കൊരു ലെവൽ കറക്റ്റായി കിട്ടൂല. അപ്പോൾ ആദ്യം പകുതി ഒന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം, ഒരു ഗോൾഡൻ കളർ ആവണ വരെ. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നിക്കണം കേട്ടോ. ഇനി ഇതിൽ കൂടുതൽ ആവാൻ കാത്തു നിൽക്കരുത്. അപ്പോൾ ഇതിന് നമ്മൾ ഒരു ട്രിപ്പ് കൊണ്ട് ഉടുക്കുമ്പോഴത്തേന് ബാക്കിയുള്ളത് അതിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ പരത്തിയിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ അട്ടിക്കട്ടിക്കായിട്ട് ഇട്ട് കൊടുക്കരുത്. ഇട്ട് കൊടുക്കുന്നത് ഒന്ന് പരത്തിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി അതുപോലെ ബാക്കിയുള്ള ആ പകുതി ഉള്ളി ഉണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിക്കണം കേട്ടോ. ഇനി അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ആ ഓയിലും നെയ്യുണ്ടല്ലോ, അതിലേക്ക് ഉരുളൻകിഴങ്ങാണ്, അതൊരു 6 എടുത്തിക്കണം. ചെറുതായിരുന്നു കേട്ടോ. വലുതാണെങ്കിൽ 1-2 എടുത്തിട്ട് പീസാക്കിയാൽ മതി. ഈ ഉരുളൻകിഴങ്ങ് ഇതിൽ പ്രത്യേക ടേസ്റ്റ് ഒന്നും കൊടുക്കണില്ല കേട്ടോ. പക്ഷേ ഈ സുർബിയാൻ ബിരിയാണിയിൽ ഉരുളൻകിഴങ്ങ് ഉണ്ട്. ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി, ഇട്ടില്ലാച്ചിട്ട് പ്രത്യേക കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് ആ ചിക്കൻ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ നന്നായി വാർന്നതിന് ശേഷം ആ ചിക്കനും അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചിക്കനെ ഒരു വെള്ള കളറാവുമ്പോഴും അതിലൊന്ന് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ആ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ചിക്കനിലേക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് കളറ് മാറി വരുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് എടുത്ത പൊടികളാണ് 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1.5 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളകും, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ആ ചിക്കനിലേ ഒന്നാകെ ഒന്ന് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ ആ വെളിച്ചെണ്ണ ഓയിലൊക്കെ കിടന്നിട്ട് അതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനേ ഞാൻ ഈ ഉള്ളിയിൽ നിന്ന് പകുതി ഞാൻ മിക്സിൻ്റെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പകുതി അവിടെ മാറ്റി വെക്കാം, നമുക്ക് ചോറിൽ ദമ്മിടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 3 ഏലക്കായ, അതുപോലെ 3 ഗ്രാമ്പു, 2 കഷ്ണം പട്ടയൊന്ന് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അതുപോലെ മല്ലിച്ചപ്പാണ്, അതൊരു കൈപ്പിടി ഒരു കുറച്ചും പാടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളിയാണ്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിക്കണം, ഒരു 2 തുട ഉള്ളി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം. ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഇതിലേക്ക് ഇട്ടിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ള സാധനമാണ് നല്ല കട്ട തൈര്. പുളി കുറവുള്ളത് വേണം, ഓവർ പുളിയുള്ള തൈര് എടുക്കരുത് കേട്ടോ, കുറഞ്ഞ പുളിയിലുള്ള തൈര്. അതുപോലെ ചെറിയ ജീരകം കേട്ടോ, നല്ല ജീരകം ഒരു 1/2 ടീസ്പൂണ് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി കുക്കായി വന്നിക്കണം കേട്ടോ. ഇതുപോലെ ചെയ്താൽ നമുക്ക് ചിക്കൻ ഇട്ട് ഉടഞ്ഞു പോകില്ല. അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ ഈ കൊയ്യാകുമ്പോൾ മസാലയിലൊക്കെ കിടന്നൊന്നിങ്ങനെ ഉടഞ്ഞു വരുമല്ലോ. ഇതുപോലെ ചെയ്താൽ അങ്ങനെ ആവില്ല. പിന്നെ ഇതിലേക്ക് ആ അരച്ച മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി അരച്ച ആ മിക്സിൻ്റെ ജാറിൽ ഒരു 3 ടീസ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്നുപാടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തേക്കണം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്താ ഇപ്പം മഴ അല്ലേ. ഇതുവരെ നല്ല ചൂടോണ്ടായിരുന്നു എല്ലാവർക്കും കിടന്ന് പോയിരുന്നത്. ഇപ്പോൾ മഴ അതും കൂടുതലായി. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉള്ള ഉപ്പിട്ട് കൊടുത്തേക്കണം കേട്ടോ. ആദ്യം നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പിട്ട് കൊടുത്തതായിരുന്നു. പിന്നെ ഈ മസാലയിലൊന്നും ഉപ്പിട്ടില്ലല്ലോ. ഇനി അതിലേക്ക് കുറച്ചും പാടിക്ക് ഒരു ഉപ്പിട്ട് കൊടുത്തേക്കണം. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഒരു തക്കാളി ഒന്നാണെങ്കിൽ ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു 2 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിൽ കൂടുതൽ തക്കാളി വേണ്ട. ഇനി ആ തക്കാളി ഇട്ടതിന് ശേഷം ഒന്നും പാടിക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്നും പാടിക്കൊന്ന് വേവിച്ചെടുക്കട്ടോ. ഇപ്പോൾ അതിൻ്റെ വേവൊക്കെ നന്നായി കറക്റ്റ് ആയി വന്നിക്കണം കേട്ടോ. ചിക്കനൊക്കെ നന്നായി വെന്തിക്കണ്. അതുപോലെ അതിൻ്റെ ഗ്രേവിയൊക്കെ വറ്റിയിട്ട് നല്ലൊരു മസാലേൻ്റെ കറക്റ്റ് അളവിലായി കിട്ടിയിരിക്കണം കേട്ടോ. ഇനി അത് ഞാനൊന്ന് ഇറക്കി വെച്ചിക്കണം. അത് വേവൊക്കെ പാകമായപ്പോഴേ അതിന് ശേഷം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിക്കണം കേട്ടോ. അതിലേക്ക് ഒരു 6 ഗ്രാമ്പു, ഒരു 2 കഷ്ണം പട്ട, അതുപോലെ 4 ഏലക്കായ്, ഒരു ഉണക്ക നാരങ്ങ കേട്ടോ. അതൊന്ന് കുത്തിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് അരിക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ വെള്ളം ഒന്ന് തിളക്കണ നേരം കൊണ്ടേ അരി ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുറച്ചൊരു നേരം ഒന്ന് വെള്ളത്തിലിട്ടേക്കാം കേട്ടോ. അരമണിക്കൂറൊന്നും വേണ്ട, ഒരു 10 മിനിറ്റൊക്കെ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ള ബസുമതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, സെല്ല ബസുമതി. ഇനി അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് നന്നായി വെട്ടി തിളച്ച് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ അരിയത്തെ വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഞാൻ അരി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തീയൊന്ന് ഉസാറാക്കി കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഒന്ന് തിളച്ച് വന്നിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അരിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്നുപാടിക്കൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം ഒന്നുപാടിക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊന്ന് വെന്തിക്കണം നോക്കണ്ട കേട്ടോ. നന്നായിട്ട് വെന്ത് വരരുത് കേട്ടോ. ആ ഉള്ളരി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ചോറൊന്ന് വെന്തപ്പോൾ ഞാനൊന്ന് ഇറക്കി വെച്ചിക്കണ്. ഇനി ആ മസാലേൻ്റെ ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിക്കണ്. അതിലേക്ക് ഇനി ചോറിട്ട് കൊടുക്കാം. ഇത് 2 ലെയറായിട്ടാണ് കേട്ടോ ഞാനിത് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നേരത്തെ പൊരിച്ച് വെച്ച സവാള ഉണ്ടല്ലോ, അത് ആദ്യം ഒന്ന് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിക്കണം. അതിന് ശേഷം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ചോറും ഒന്ന് ഇട്ട് കൊടുത്തിക്കണം. അതുപോലെ തന്നെ സവാളയും മല്ലിച്ചപ്പും ഒക്കെ ഒന്ന് ഫുള്ള് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. എന്നിട്ട് നേരത്തെ പോലെ തന്നെ കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പശു നെയ്യാണ് ഞാനിട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഏത് നെയ്യാണെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്നേ അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് തീക്കണലിട്ട് ദം ചെയ്തെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് നേരമാണ് കേട്ടോ ഞാൻ ചോറ് ദം ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയേക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്തൊരു വീഡിയോ കട്ടായി പോയിക്കണം കേട്ടോ. ഞാൻ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുത്തിരുന്നു. ആ വീഡിയോ കട്ടായിക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ചോറൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ബിരിയാണീൻ്റെ പോലെ മസാല വേറെ അതങ്ങനെ അല്ല കേട്ടോ. ഈ ചോറ് നന്നായിട്ടൊന്നിങ്ങോട്ട് ചിക്കനും ചോറും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്ന രൂപത്തിലാണ് ഈ റൈസ് ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെ ആക്കിയിട്ട് എടുക്കണില്ല കേട്ടോ. ഇവിടെ അങ്ങനെ ആക്കിയാൽ എൻ്റെ ഹസ്ബൻഡ് പറയും ചോറ് കറി ഒഴിച്ച് തിന്നണ മാതിരിയാണ് അങ്ങനെ ആക്കിയാലെന്ന്. ഞാനിത് മസാല ഒന്നാക്കം കണ്ട് കുഴച്ചെടുക്കണില്ല.
തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണത്. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിട്ട് ചോറും ചിക്കന് മസാല ഒന്നാകെ ഇട്ട് നമ്മൾ മന്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, ആ രൂപത്തിലാണ് ഈ ചോറുണ്ടാകൽ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒരു തളികയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലേ നിങ്ങളെല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റല്ല, ഇത് വേറൊരു ടേസ്റ്റ്. ഇനി അതിലേക്ക് ഈ തക്കാളിൻ്റെ സവാളയൊക്കെ പാടി വെച്ചിട്ട് നമ്മൾ ചട്ടിനി ഉണ്ടാക്കുമല്ലോ മന്തിക്ക്, ഇത് നിർബന്ധമാണ് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഈ രീതിയിലേ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.